നമസ്കാരം. ഇസ്രായേലിന്റെ ഡ്രോൺ ഫാക്ടറി ഇറാൻ തരിപ്പണമാക്കി. ഇറാന്റെ മിസൈലുകൾ അമേരിക്കയെ തകർക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ നീക്കങ്ങൾ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ തകർത്ത അതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഡ്രോൺ ഫാക്ടറി പൂർണ്ണമായിട്ടും തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാൻ. പേറ്റിക്വ എന്ന ഇസ്രായേൽ സിറ്റിയിലെ ഡ്രോൺ ഫാക്ടറിയാണ് മിസൈൽ ആക്രമണത്തിൽ ഇറാൻ തകർത്തിരിക്കുന്നത്. അതിനിടെ ഹോർമൂസ് പാത തുറന്നില്ല എങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നതിനുള്ള ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നേതാക്കളെ തെറിവിളിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ഇനി ഇറാന്റെ പടയാളികൾ അല്ലെങ്കിൽ ഇറാനികൾ എന്ന് പറയപ്പെടുന്നത് നുഴഞ്ഞു കയറാൻ പോകുന്നത് വാഷിംഗ്ടണിലേക്കാണ്, ട്രംപ് ഇരിക്കുന്ന ഇടങ്ങളിലേക്കാണ്. ട്രംപിനെ കൊലവിളിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമായി തീരുക. എയറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ഡ്രോൺ ഫാക്ടറി നടത്തുന്നത്. ഫാക്ടറി പൂർണ്ണമായിട്ടും തകർന്നത് ഇസ്രായേൽ സൈന്യത്തെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാകുന്നു എന്നാണ് യുദ്ധവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഫാക്ടറി ഇനി ഇവിടെ പുനരാരംഭിക്കാൻ സാധിക്കാത്ത വിധം തകർന്നു എന്നാണ് കമ്പനി വൃത്തങ്ങളുടെ പ്രതികരണം. ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുന്ന പ്രധാന കമ്പനികളിൽ ഒന്നാണ് എയറോസോൾ. പൈലറ്റുമാരുടെ ഹെൽമറ്റ്, ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്നിവയൊക്കെ ഇവരെ ഡ്രോണിന് പുറമെ കൈമാറുന്നുണ്ട്. ഫാക്ടറിയുടെ പ്രധാന ഭാഗത്താണ് ഇറാന്റെ മിസൈൽ ചെന്ന് പതിച്ചത്. വലിയ ഗർത്തം ഇവിടെ രൂപപ്പെട്ടു. ഫാക്ടറി പൂർണ്ണമായിട്ടും തകർന്നു. 15 ദശലക്ഷം ഷെക്കലിന്റെ നഷ്ടം ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം GCCയിലെ എല്ലാ രാജ്യങ്ങളിലും ഇറാൻ ആക്രമണം തുടരുകയാണ്. നേരത്തെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരഞ്ഞു പിടിച്ചിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് എന്നതാണ്. കുവൈത്തിലെ എണ്ണ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം അതിലൊന്നു തന്നെയാണ്. ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ കമ്പനികളും ആക്രമിക്കുമെന്ന് ഇറാൻ താക്കീത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇറാൻ സൗദി അറേബ്യയിൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. റിയാദിലെ അമേരിക്കൻ എംബസി ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആദ്യത്തിലായിരുന്നു ആക്രമണം. അന്ന് വലിയ നഷ്ടമുണ്ടായി എന്ന് അധികൃതർ പറഞ്ഞിരുന്നില്ല. എന്നാൽ US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ നൽകിയ വാർത്തയിൽ നഷ്ടത്തിന്റെ തീവ്രത വ്യക്തമാക്കുകയാണ്. റിയാദിലെ നയതന്ത്ര മേഖലയിലാണ് അമേരിക്കൻ എംബസി. ഇവിടെ അതീവ സുരക്ഷാ പ്രദേശമാണ്. എല്ലാ സുരക്ഷാ വലയവും തകർത്തുകൊണ്ടാണ് ഇറാന്റെ ഡ്രോൺ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. US എംബസിയും CIA ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടിനും കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ആദ്യ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായി. പുലർച്ചെ 1:30 നടന്ന ആക്രമണത്തിൽ കെട്ടിടത്തിലെ 3 നിലകൾ ഭൂരിഭാഗവും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്നാൽ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല. പകലാണ് ആക്രമണം നടന്നത് എങ്കിൽ നിരവധി മരണങ്ങൾ സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇറാന്റെ ആക്രമണം എന്ന് പറയപ്പെടുന്നത് ഇറാൻ തലവെട്ടിത്തുള്ളൽ നടത്തുകയാണ്. ഇസ്രായേലിന്റെ ഡ്രോൺ ഫാക്ടറി ഇറാൻ തരിപ്പണമാക്കിയിരിക്കുന്നു. ഇറാന്റെ മിസൈലുകൾ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ അമേരിക്കയെ തകർക്കുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇറാൻ വധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ചകൾ ഇല്ലാത്ത തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചർച്ചകൾ പൂർണ്ണമായിട്ടും നടപ്പിലാകുകയോ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നെതന്യാഹുവും ട്രംപും രക്ഷപ്പെടും. ഇല്ല എന്നുണ്ടെങ്കിൽ നെതന്യാഹുവിനെ അടക്കം വധിക്കുവാൻ തന്നെയാണ് ഇറാന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.